വളരെ വേഗം തന്നെ നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് ഈ സന്ദർഭത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ അധികാരം വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി LDF പ്രവർത്തന രംഗത്ത് അണിനിരന്നിരിക്കുകയാണ്. LDFനെ എതിർക്കുന്ന രണ്ട് മുന്നണികൾ സജീവമായിട്ട് ഉണ്ട്. പക്ഷെ ജനങ്ങളുടെ പിന്തുണയോടെ വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് മുന്നണി. അതിന്റെ അടിസ്ഥാനം കഴിഞ്ഞ 5 വർഷക്കാലം ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. 2011 മുതൽ 2016 വരെ നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ ഉൽപ്പന്നമായിട്ടാണ് 16 മെയ്യിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. 5 വർഷക്കാലം പ്രതിസന്ധികളിൽ കൂടിയാണെങ്കിലും പ്രശ്നങ്ങളുടെ നടുവിൽ കൂടിയാണെങ്കിലും തങ്ങളുടെ ജനപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ഗവൺമെന്റിന് കഴിയും. കേരളത്തിന് ഒരു കാലത്തും ഉണ്ടാക്കാൻ കഴിയാത്ത നേട്ടങ്ങൾ വികസന രംഗത്തുണ്ടാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു. പല കേന്ദ്ര ഗവൺമെന്റിന്റെ നീതി ആയോഗ് ഉൾപ്പെടെയുള്ള നിരവധി ഏജൻസികളുടെ പഠനത്തിലും നിരീക്ഷണത്തിലും പല സൂചികയുടെ കാര്യത്തിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ മുന്നിലാണ് കേരളം. അങ്ങനെ വ്യത്യസ്തമായ ഒരു തലത്തിൽ ഒരു ഗവൺമെന്റിനെ 5 വർഷക്കാലം കൊണ്ടുപോകാൻ കഴിഞ്ഞ അതേ ലീഡർഷിപ്പാണ് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി മത്സരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഒരു പുതിയ കേരളത്തിന്റെ സൃഷ്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന പ്രകടന പത്രികയിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഈ 5 വർഷക്കാലം എന്തായിരുന്നു കേരളത്തിലെ ജനങ്ങൾ ദുരിതമനുഭവിച്ച കാലത്ത് ഓരോ കക്ഷികളുടെയും നിലപാട്, ഓരോ മുന്നണികളുടെയും നിലപാട് എന്ന് പരിശോധിച്ചാൽ അത് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ഓഖി ദുരന്തത്തിൽ നമുക്കുണ്ടായ നഷ്ടത്ര കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത്ര 133 കോടി രൂപയാണ്. 31,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായി 2018 ഉണ്ടായ പ്രളയം. കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം എത്ര? ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതി സംസ്ഥാനത്ത് സഹായങ്ങൾ നൽകാൻ തീരുമാനിച്ചപ്പോൾ ആ പട്ടികയിൽ കേരളം എന്നൊരു സംസ്ഥാനം ഇല്ലാതായത് യാദർശികമാണ് എന്ന് കാണണ്ട. കേരളത്തോടുള്ള രാഷ്ട്രീയ വിവേചനമാണ് കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചത്. അപ്പൊ ഇതുപോലെ എല്ലാ പ്രശ്നങ്ങളിലും കേരളത്തിലെ മനുഷ്യന്റെ, കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ആവശ്യങ്ങളുടെ മുഖം തിരിഞ്ഞു നിന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ്, അവരുടെ പ്രതിനിധികളാണ് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ മുഖ്യമന്ത്രിയാകും എന്ന് പറഞ്ഞ് നടക്കുന്നത്. ആ കണക്ക് ശാസ്ത്രം അവർക്ക് മാത്രമേ അറിയൂ. അതുപോലെ തന്നെയാണ് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ ഇത്തരം സന്ദർഭങ്ങളിൽ സ്വീകരിച്ച നിലപാടെന്താണ്? പ്രളയത്തിന്റെ കാലത്ത് ആദ്യ സർവകക്ഷി യോഗത്തിൽ എല്ലാവരും ഈ പ്രതിസന്ധി മുറിച്ചു കിടക്കാൻ സഹായം വാഗ്ദാനം ചെയ്തു. പക്ഷേ പിന്നീട് അങ്ങോട്ട് എന്താണ് സംഭവിച്ചത് എന്ന് മാധ്യമപ്രവർത്തകരായ നിങ്ങളോട് ഞാൻ പറയേണ്ട കാര്യമില്ല. കേരളത്തിലെ സർക്കാർ ജീവനക്കാർ അവരുടെ വരുമാനത്തിന് 1 മാസത്തെ ശമ്പളം
കേരളത്തിന്റെ പുനർനിർമ്മിതിക്ക് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചപ്പോൾ പ്രതിപക്ഷ സംഘടനകൾ ബഹിഷ്കരിച്ചു. അതിനെതിരെ ഹൈക്കോടതിയിൽ കേസുമായിട്ട് പോയത് BJPയുമായി ബന്ധമുള്ള സർവീസ് സംഘടനകളാണ്. അപ്പൊ ചുരുക്കത്തിൽ കേരളത്തിന്റെ പ്രതിസന്ധിയുടെ കാലത്ത് കേരളത്തോടൊപ്പം, കേരളത്തിലെ ജനങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറാകാതിരുന്ന ആളുകളാണ് കേരളത്തിന്റെ രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി ഇപ്പോൾ മത്സരിക്കുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പാക്കാൻ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരന്ന് മുന്നോട്ട് പോകും എന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നമുക്കുണ്ടായ അനുഭവം. അന്ന് ഞാൻ നിങ്ങളെ കാണാൻ വന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഇതൊക്കെ സാധിക്കുമോ എന്ന് സംശയം തോന്നിയിട്ടുണ്ടാകും എന്നെനിക്കറിയാം. ചിലർ അന്ന് ചോദിച്ചത് നിങ്ങളുടെ ഡെഡ് ബോഡി പോലും കാണാൻ പറ്റുകയല്ലോ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്നാണ്. അത്രയേറെ പ്രതിപക്ഷ ഈ സർക്കാരിനെതിരായി പ്രചരണം നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് അന്നും ഇന്നും ഞങ്ങൾക്ക് ജനങ്ങളിലാണ് വിശ്വാസം. അന്ന് 2015 7 ജില്ലാ പഞ്ചായത്തിലാണ് ഞങ്ങൾ ജയിച്ചത്. 7 UDF ജയിച്ചു. ഈ പ്രചാരങ്ങളുടെയും അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്ന മുദ്രാവാക്യവും എല്ലാം പ്രാവർത്തികവും ആക്കിയപ്പോൾ ഞങ്ങൾക്ക് 11 ജില്ലാ പഞ്ചായത്ത് കിട്ടി, അവർക്ക് 2. ഞാനതിൻ്റെ ഗണിതശാസ്ത്രമൊന്നും പറയുന്നില്ല. ഒരു സ്ഥലത്ത് ഞങ്ങൾ തുല്യമായി വന്നു, നറുക്കിട്ടപ്പോൾ അവർക്ക് കിട്ടി. അങ്ങനെ കേരളത്തിൽ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളിലും കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്നുള്ളത് ജനങ്ങളുടെ അഭിപ്രായത്തിന്റെ പ്രതിഫലനമാണ്. ആ ഉറച്ച അടിത്തറയിലാണ് വീണ്ടും അധികാരത്തിന് വേണ്ടിയുള്ള മത്സരം നടക്കുന്നത്. അപ്പോ സാങ്കല്പിക ലോകത്ത് നിന്നുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ച് സർക്കാരിനെ വീണ്ടും ഒരു ആരോപണങ്ങളുടെ മറയ്ക്ക് പിന്നിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ഇപ്പോഴും നടക്കുന്നു. പക്ഷെ ആ കേന്ദ്ര ഏജൻസികളുടെയൊക്കെ അന്വേഷണം ഇപ്പോൾ എവിടെയായി? മാധ്യമങ്ങളിലും മാത്രമല്ലാതെ മറ്റെവിടെയും അന്വേഷണം ഇപ്പോൾ ഉണ്ടോ? ആ കേസിലെ പ്രതികളൊക്കെ ഓരോന്നും ജാമ്യം എടുത്തുകൊണ്ട് പോയില്ലേ? വീണ്ടും ഈ കേരളത്തിലെ എയർപോർട്ടുകളിലേക്ക് സ്വർണം വരുന്നില്ലേ? ചിലത് പിടിക്കുന്നില്ലേ? ഇതൊക്കെ ആരുടെ ഉത്തരവാദിത്വമാണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. കസ്റ്റംസ് കേന്ദ്ര ഗവൺമെന്റിന്റെയാണ്, എക്സൈസ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ്. 900 കേന്ദ്ര ഏജൻസികളുണ്ട്. അവരെല്ലാം ഇവിടെ നിന്ന് പരിശോധിക്കുകയാണ്. തലനാരിയുടെ കീഴിൽ പരിശോധിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ ഒരു തനിമ്പ് തെളിവുണ്ടാക്കാൻ അവർക്ക് കഴിയാതിരുന്നിട്ട് ഇനി തിരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ എന്തെങ്കിലുമൊക്കെ വാർത്തകൾ ഉണ്ടാക്കി ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാം എന്ന ധാരണയാണ് അവർക്കുള്ളത്. ഇത് കേരളമാണ്. ഇന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ ജയിച്ചു വരുന്നത് വേറെ പാർട്ടി, അധികാരത്തിൽ വരുന്നത് മറ്റൊരു പാർട്ടി എന്നൊക്കെയുള്ള അനുഭവമുണ്ട്. ഞാൻ സംസ്ഥാനങ്ങളുടെ കഥയൊന്നും പറയുന്നില്ല. ആര് ജയിച്ചാലും കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നവർ വരുന്ന സാഹചര്യം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉണ്ട്. പക്ഷെ ഇത് കേരളമാണ്. ജനാധിപത്യ സംസ്കാരത്തിന് പേരുകേട്ട ഒരു സംസ്ഥാനത്ത് അത്തരം സ്വപ്നങ്ങളൊന്നും യാഥാർത്ഥ്യമാകും എന്ന് അവർ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം കൂടുതൽ ഉറപ്പായിട്ടുള്ള സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അത് ലക്ഷ്യമാക്കി ഞങ്ങൾ പോവുകയാണ്. പ്രതിപക്ഷത്തിന് ഇപ്പം മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ തന്നെ നിർമ്മിക്കാൻ ഓർഡർ കൊടുത്തിരിക്കുന്നു എന്നാണ് ചിലത് പറയുന്നത്. ചില സ്ഥലങ്ങളിലൊന്നും സ്ഥാനാർത്ഥികളില്ല. അതൊക്കെ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മാനുഫാക്ചറിങ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത്ര ഒരു ദയനീയമായിട്ടുള്ള സ്ഥിതിയാണ് കേരളത്തിൽ പ്രതിപക്ഷത്തിനുള്ളത്. അപ്പൊ ഈ സാഹചര്യത്തിൽ
മുന്നണിയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് LDFന്റെ വികസന പരിപാടികൾ ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് സർക്കാരിന്റെ 5 വർഷക്കാലത്തെ നേട്ടങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെ സമീപിക്കുന്ന ജോലിയാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായി നേമം മാറിയിട്ടുണ്ട്. കെ മുരളീധരന്റെ അവിടുത്തെ വരവോടുകൂടി അവിടുത്തെ മത്സരം UDFും BJPയും തമ്മിലായി എന്നാണ് പ്രതിപക്ഷ UDFിന്റെ നേതാക്കൾ പറയുന്നത്. ഇടതുമുന്നണി അങ്ങനെ കാണുന്നത് ഇല്ല. അവിടെ കഴിഞ്ഞ തവണ എങ്ങനെയാണ് ശ്രീ രാജഗോപാൽ ജയിച്ചത്? നിങ്ങൾ തിരുവനന്തപുരത്തുള്ള പത്രലേഖകരില്ലേ, UDFുകാർ പറയുന്നത് കേൾക്കണം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. UDFന്റെ വോട്ട് എതിരെയോ ഒഴുകി പോയപ്പോഴാണ് BJP അവിടെ ജയിച്ചത്. ഒഴുകി പോകാതിരിക്കാൻ ചിറകെട്ടുന്നുണ്ടെങ്കിൽ ആ ചിറകെട്ടിട്ട് നല്ല കാര്യമാണ്. LDFന്റെ വിജയം ഉറപ്പാകും. LDFന് കിട്ടേണ്ട മതേതര വോട്ടുകളോ അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളൊക്കെ അവിടെ ഉണ്ടല്ലോ, അതുകൂടി UDFിലേക്ക് പോകില്ല. അങ്ങനെ പ്രശ്നം കൂടി ഇതിനകത്തില്ല. ശക്തനായ സ്ഥാനാർത്ഥി വരുമ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതല്ലേ ഉള്ളൂ. വോട്ട് ചെയ്യാൻ ജനങ്ങൾ വോട്ട് ചെയ്തില്ലല്ലോ. അതിനുശേഷം നമുക്കത് പറയാം ന്യൂനപക്ഷം എങ്ങോട്ട് പോകും, എവിടെ പോകും എന്നൊക്കെ. ഈ ബാലശങ്കർ പറഞ്ഞ ആരോപണം അതിനെ എങ്ങനെയാണ് കാണുന്നത്? ബാലശങ്കർ മാത്രമല്ല, KT മാരാരിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. എന്തിനിപ്പോ പഴയ കഥയിലേക്ക് പോകുന്നത്? ഇന്നലെ രാജഗോപാൽ പറഞ്ഞ കേട്ടില്ലേ, ആരുമായിട്ടാണ് സഖ്യം, ആരുമായിട്ടാണ് ബന്ധം എന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. CPI സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതിന് ശേഷം ചടയമംഗലം അടക്കമുള്ള മണ്ഡലങ്ങളിൽ ചില പ്രതിഷേധങ്ങൾ ഉയർന്നു. പാർട്ടി ആ പ്രതിഷേധങ്ങളെ കണക്കാക്കാതെ തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുകയും അത് അവിടുത്തെ അവിടെ ഒരു പ്രതിഷേധവും ആ വിധത്തിൽ ഉയർന്നു വന്നില്ല. ഞാൻ ഇന്നലെ അവിടെ കൺവെൻഷന് പോയതാണ്. നല്ല കൺവെൻഷനായിരുന്നു. അവിടെ തെരഞ്ഞെടുപ്പ് മത്സരം നടക്കുന്നു. ഈ നേരത്തെയൊക്കെ BJPയിലേക്ക് ആളുകൾ പോകുന്ന കോൺഗ്രസിൽ നിന്നാണ്. അവിടത്തേക്ക് ആളുകളെ ഉത്പാദിപ്പിച്ച് വിടുകയാണ് കോൺഗ്രസ് എന്ന പരാതികളും വിമർശനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത്തവണ നമുക്ക് തെരഞ്ഞെടുപ്പിൽ കാണാൻ പറ്റുന്നത് CPIയുടെ നേതാക്കൾ പോകുന്നു, പ്രാദേശിക നേതാക്കളും ജില്ലാ തലത്തിലെ നേതാക്കളും ഒക്കെ ഉണ്ട്. CPIന് പ്രാദേശിക നേതാക്കൾ പോകുന്നു. ഇതൊരു അപകടകരമായ പോക്കല്ലേ? അത് ജനാധിപത്യത്തിന്റെ വികാസത്തിന്റെ ഒരു പുതിയ ഘട്ടത്തെയാണ് കാണിക്കുന്നത്. CPM BJP കേരളത്തിൽ നിന്നും പോകും. അതെ, അത് ഒരു പുതിയ ഘട്ടമാണ്. ഇനി പ്രതീക്ഷിക്കാം അവസരവാദികൾ എങ്ങോട്ടും പോകും. അത് ആ ഘട്ടം കുറച്ചുകൂടി വികസിച്ചു വരുമോ? അതെ, അവസരവാദികൾ ഇതിനകത്തുണ്ടെങ്കിൽ അവർക്ക് സമയം നോക്കി അവസരം നോക്കി അവർ പോകും. അല്ല, നേരത്തെ ഈ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകുന്ന റിക്രൂട്ട്മെന്റ് എന്നുള്ള നിലയിലാണ് ആക്ഷേപം വന്നത്. ഇപ്പോൾ അതൊരു ആക്ഷേപമല്ല, ഒരു യാഥാർത്ഥ്യമല്ലേ. ഇപ്പം CPMൽ നിന്നും CPIയിൽ നിന്നും പോകുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഇത്ര കണക്കാക്കിയ പോലെ ആള് പോയതല്ലേ. അതിപ്പോ ആക്ഷേപം എന്തിനാ? കോൺഗ്രസിൽ നിന്നാണ് ആളുകൾ ബഹുഭൂരിപക്ഷം MLA-മാരും MP-മാരും ഒക്കെ പോയത് എന്ന് നമുക്കറിയാം. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യം പറഞ്ഞത്, ഒരു ആക്ഷേപം പറയുന്നല്ല. ആക്ഷേപം എന്ന് വെച്ചാൽ ഇല്ലാത്ത കാര്യം പറയുന്നതിനാണ്. ആ യാഥാർത്ഥ്യം CPMലേക്കും CPIയിലേക്കും വരുന്നു. ആ സംഭവിച്ച ശരിയില്ലേ? ഒരു CPMന്റെയോ CPIയുടെയോ പഞ്ചായത്ത് പ്രസിഡന്റോ ഒക്കെ ആയിരുന്ന ആളുകൾക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വേറെ പാർട്ടിയിൽ പോയിട്ടുണ്ട്. അതൊരു സത്യമില്ല. അതിപ്പോ നമ്മളെന്തിനാ ഞാനിപ്പോ കണ്ണടച്ച് നിഷേധിച്ചാൽ നിങ്ങൾ സമ്മതിക്കുമോ? ആശങ്കപ്പെടുന്ന സാഹചര്യം എൻ്റെ അടുത്തില്ലേ? അല്ല, അതൊക്കെ നിങ്ങൾ നോക്കിക്കോളാം. ഈ ശബരിമല വിഷയം വീണ്ടും ശക്തമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ BJPയും കോൺഗ്രസും ഒക്കെ ശ്രമിക്കുകയാണ്. അപ്പം ശബരിമല അയ്യപ്പന്റെ പടം വെച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനൊക്കെ കഴക്കൂട്ടത്തേക്ക് വരുന്നതെന്ന് പറയുന്നു. അത്തരത്തിൽ വരുന്ന അതിനിടയിൽ കടകംപള്ളി സുരേന്ദ്രൻ ഈ അന്ന് നടന്നത് തെറ്റായി പോയി എന്ന് പറയുന്നു. അതിനെ സീതാറാം യെച്ചൂരി തിരുത്തുന്നു. മൊത്തത്തിൽ ഇടതു മുന്നണിയിൽ ആശയക്കുഴപ്പമുണ്ടോ ഇക്കാര്യത്തിൽ? ഈ ശബരിമലയില് 2019-20 എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് നിങ്ങളാരും കേട്ടിട്ടുണ്ടോ? 2019-ലും ശബരിമലയിൽ വിശ്വാസികൾ ദർശനം നടത്തി. 2020-ലും അവിടെ ദർശനം നടത്തി. 2019-നെ അപേക്ഷിച്ച് 20-ൽ അവിടെ ദർശനം നടത്തിയവരുടെ എണ്ണം കുറവായിരുന്നു. അത് കോവിഡ് കാരണമാണ്, അല്ലാതെ വേറെ പ്രശ്നങ്ങൾ കാരണമില്ല. അപ്പൊ ശബരിമലയിൽ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. 2018-ലെ സുപ്രീം കോടതി വിധിയെ തുടർന്ന് അവിടെ ചില പ്രശ്നങ്ങൾ, ചില സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ വീണ്ടും സുപ്രീം കോടതി ആ വിധിന്യായം, ഭൂരിപക്ഷ വിധിന്യായത്തെ സംബന്ധിച്ച് ഒരു പുനഃപരിശോധനാ ഹർജികൾ നിരവധി വരികയും അത്
7 പ്രധാനപ്പെട്ട പോയിന്റുകൾ പരിശോധിക്കാൻ വേണ്ടി ഒരു 9 അംഗ ലാർജർ ബെഞ്ചിന് റെഫർ ചെയ്യുകയും ചെയ്തു. അതിന്റെ തീരുമാനം വന്നു കഴിഞ്ഞാൽ മാത്രമേ ശബരിമല പ്രശ്നവുമായി സുപ്രീം കോടതിയുടെ വിധി എന്താണ് എന്നറിയാൻ പറ്റൂ. അതവിടെ വരാനിരിക്കുമ്പോൾ ഇവിടെ നിന്ന് ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം? 19-ലും 20-ലും അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കറുത്ത വസ്ത്രവും ധരിച്ച് ആയിരക്കണക്കായ ആളുകൾ ശബരിമലയിൽ ദർശനം നടത്തി. ഇപ്പൊ ശബരിമലയിലെ പ്രശ്നമുള്ളത് ചില ആളുകളുടെ മനസ്സിൽ മാത്രമാണ്. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ പ്രശ്നം വീണ്ടും ഇനി ഉയർത്തിക്കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പിൽ ജയമുണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കും. യുവതി പ്രവേശനത്തിൽ CPI കേസിൽ കക്ഷി ചേർന്നിട്ടില്ല. സുപ്രീം കോടതി ഒരു വിധി വന്നാൽ അതിന് നിങ്ങൾ എങ്ങനെയാ കാണുന്നത്? സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി അത് ലോ ഓഫ് ദി ലാൻഡ് അല്ലെന്ന് പറയാൻ പറ്റും. എന്നാണ് ഇതിനെക്കുറിച്ച് താങ്കൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, എന്നാണ് ഇതിനെക്കുറിച്ച് പ്രശ്നമുണ്ടായത്? 1991 കേരളത്തിലെ ഹൈക്കോടതിയിൽ ഒരു കേസ്, ഒരു പൊതു താൽപര്യ ഹർജി വന്നു. മഹീന്ദ്രൻ കേസ്. ആ മഹീന്ദ്രൻ കേസിന്റെ വിധിക്ക് ശേഷമാണ് പമ്പയിലും അതുപോലെ തന്നെ ശബരിമലയിലും 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല എന്നുള്ള ബോർഡ് വന്നത്. അന്നത് വരാൻ കാര്യം എന്താ? അവിടെ ആരൊക്കെയോ പോയി ഡാൻസ് ചെയ്തു എന്നൊക്കെയാണ് ആ കേസിലെ പരാതി. അപ്പൊ ശബരിമലയിൽ അതിനു മുമ്പ് സ്ത്രീകൾ ഉണ്ടായിരുന്നു, അവർക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ പൊതു താൽപര്യ ഹർജിയിലാണ് ആ വിധി ഉണ്ടായത്. ആ വിധി 91-ലുണ്ടായി. ആ 91-ലുണ്ടായതിനു ശേഷം ഈ രാജ്യത്തെ LDF വന്നിട്ടുണ്ട്, പലതവണ അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ ആരെങ്കിലും അത് വിധിക്കെതിരായിട്ട് പോയിട്ടുണ്ടോ? ആരും ഒരു നടപടി സ്വീകരിച്ചില്ല. ആ തീരുമാനം ദേവസ്വം ബോർഡ് നടപ്പിലാക്കി. 2006-ലാണ് സുപ്രീം കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ ഇത് സംബന്ധിച്ച് സംഘപരിവാറിന്റെ അഭിഭാഷക സംഘടന, യുവതികളുടെ അഭിഭാഷക സംഘടന പരാതി കൊടുക്കുന്നത്. ആ കേസിനെ സംബന്ധിച്ച് അന്നത്തെ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം അതിനൊരു അഫിഡവിറ്റ്, ദേവസ്വം ബോർഡിന്റെ അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ, സുപ്രീം കോടതിയിൽ കൊടുത്തു. അതേസമയം തന്നെ അധികാരത്തിലിരുന്ന VS ഗവൺമെന്റ് LDF-ന്റെ ഗവൺമെന്റിനോട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചപ്പോൾ LDF സർക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു മതവിശ്വാസത്തിന്റെയും ഒരു വിശ്വാസിയുടെയും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ നിശ്ചയിക്കാൻ സർക്കാർ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഹിന്ദു ധർമ്മത്തിൽ പ്രാവീണ്യമുള്ള വിദഗ്ധന്മാരും അഴിമതിരഹിതരായ പൊതുപ്രവർത്തകരും അടങ്ങുന്ന ഒരു സമിതിയെ സുപ്രീം കോടതി നിശ്ചയിച്ച് അവരുടെ ഉപദേശത്തിനനുസൃതമായി തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞു. 2006 അധികാരത്തിൽ വന്ന ഗവൺമെന്റാണ് അഫിഡവിറ്റ് കൊടുത്തത്. 2011 ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അഫിഡവിറ്റിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്ന 2016 അവർ വേറൊരു അഫിഡവിറ്റ് മാറിക്കൊടുത്തു. ആ അഫിഡവിറ്റ് മാറ്റിയത് കൊണ്ടാണ് ഈ വിധി ഉണ്ടായത് എന്ന് പറഞ്ഞാണ് ഇപ്പൊ നടക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ കൊടുത്ത അഫിഡവിറ്റ് മാറ്റി ആ കേസ് വാദിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം 16 അടുത്ത നാളിൽ തന്നെ ഞങ്ങൾ അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ പഴയ നിലപാടിലേക്ക് പോയി. കാരണം ഗവൺമെന്റ് അല്ല ഒരു മതത്തിന്റെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിശ്ചയിക്കുന്നത്, അതൊരു വിദഗ്ധ സമിതി പരിശോധിക്കണം. ആ നിലപാടിലേക്കാണ് ഞങ്ങൾ പോയത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ കൊടുത്ത കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ അഫിഡവിറ്റ് ഞങ്ങൾ പിന്നീട് മാറിക്കൊടുത്തിട്ടേയില്ല. ഗവൺമെന്റിനോട് അഭിപ്രായം ചോദിച്ചാൽ ഗവൺമെന്റ് അതിന്റെ പഴയ അഭിപ്രായത്തിലേക്ക് തിരിച്ചു പോയി. അപ്പൊ ഇതാണ് സത്യം എന്നിരിക്കെ ഈ കേസിന്റെ വിധി 18-ൽ ഉണ്ടായി. 18-ൽ ഈ കേസിന്റെ സുപ്രീം കോടതി വിധി ഉണ്ടായപ്പോൾ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇതിനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ടോ? മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളെല്ലാം
ആ വിധിയെ ന്യായീകരിക്കുകയും അതിനെ സ്വാഗതം ചെയ്യുകയുമാണ് ചെയ്തത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. മാധ്യമങ്ങളിൽ വന്നതാണ്. മാധ്യമങ്ങൾ എഴുതിയ മുഖപ്രസംഗങ്ങൾ നിങ്ങളുടെയൊക്കെ പഴയ ഫയലിലുണ്ടാകും. അതൊക്കെ നോക്കിയാൽ ആര് ഏത് ഭാഗത്ത് നിന്നു എന്നറിയാം. എന്നാൽ അന്നും ഇപ്പൊ NSS പറയുന്നു. NSS ആണ് ഈ കേസ് നടത്തിയത്. കേസ് നടത്തി സുപ്രീം കോടതിയിലെ പ്രമുഖരായിട്ടുള്ള അഭിഭാഷകന്മാർ വാദിച്ചു. കേസ് തോറ്റുപോയി കഴിഞ്ഞപ്പോ പിന്നെ കേരളത്തിലെ സർക്കാരാണ് ഇതിന്റെ കുഴപ്പക്കാരെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സുപ്രീം കോടതിയിൽ കേസ് തോറ്റാൽ അതിന് നിയമപരമായ മാർഗങ്ങൾ കണ്ടെത്തുകയല്ലാതെ പിന്നെ അതിന് ജനങ്ങളെ അണിനിരത്തി സർക്കാരാണ് കുഴപ്പം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. പക്ഷേ അതേസമയം റിവ്യൂ പെറ്റീഷൻ ഇപ്പോ പരിഗണനയിലാണ്. ആ പരിഗണനയിൽ അതിന്റെ വിധി വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അന്നേരം നമുക്ക് ആലോചിക്കാം. ആചാരവിശ്വാസങ്ങൾ ഇടപെടില്ല എന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഈ പോലീസ് സംരക്ഷണയിൽ ഇവരെ അവിടെ എത്തിക്കാൻ കാണിച്ചൊരു താല്പര്യം? സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. സുപ്രീം കോടതി വിധി ഒട്ടനവധി മറ്റ് പല വിധികളും രണ്ടും വ്യത്യസ്തമാണ്. ഒരു മൗലികാവകാശത്തിന്റെ വിധി വരുന്നതും ഒരു വിഭാഗത്തിന്റെ സ്വത്തിനെ സംബന്ധിച്ച് തർക്കമുണ്ടാകുന്നത് രണ്ട് നേച്ചറിലുള്ള കാര്യമാണെന്ന് താങ്കളോട് ഞാൻ പ്രത്യേകം പറഞ്ഞു തരണം. പക്ഷെ ഇതൊരു വിഭാഗത്തിന്റെ നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എവിടെ ഞാൻ പറഞ്ഞത് ഒരു സ്വത്ത് തർക്കത്തിൽ സിവിൽ കേസിൽ ഉണ്ടാകുന്ന വിധിയും അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഫണ്ടമെന്റൽ റൈറ്റിനെ ചോദ്യം ചെയ്യുന്ന ഒരു വിധിയും രണ്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള നിയമത്തിന്റെ ബാലപാഠം അങ്ങേക്ക് അറിയാമെങ്കിൽ ഈ ചോദ്യം എന്നോട് ചോദിക്കില്ല. പക്ഷേ ഈ വിവാദം ഇപ്പോൾ വരാനുള്ള കാരണം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പരസ്യ ഖേദ പ്രകടനമാണ്. അതൊന്നുമല്ല. അല്ലെങ്കിലും അതിനു മുമ്പേ പഞ്ചായത്ത് ഇലക്ഷനിൽ MM ഹസൻ UDFന്റെ കൺവീനർ നടത്തിയ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ദർശന സ്വാതന്ത്ര്യത്തിന് നിയമം കൊണ്ടുവരും. എന്ത് നിയമമാണ് കൊണ്ടുവരുന്നത്? അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞുകൊണ്ടൊന്നുമല്ല വിവാദം ഉണ്ടായത്. അതിനുശേഷം അവർ തന്നെ ഇതിനു വേണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു നിയമം സർക്കുലേറ്റ് ചെയ്തു. കേട്ടിട്ടില്ലേ അതിനെക്കുറിച്ച്? അതിന്റെ കരട് കണ്ടില്ലേ? ഇതൊക്കെ കുറെ കാലം മുമ്പ് കിടക്കുന്നത്. അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതുകൊണ്ട് വിവാദം ഉണ്ടായി എന്ന് പറയുന്നത് ശരിയില്ല.